ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവൻ്റെ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ ചെറുപയറിൻ്റെ ഒരു കറിയും തയ്യാറാക്കുന്നുണ്ട്. ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപേ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നുള്ളതൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്ക് വീട്ടിലേക്ക് പോയാലോ? കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു തേങ്ങൻ്റെ പകുതി എടുത്തു, അത് ചിരവി. അതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് വലിയ ജീരകയും 2 പച്ചമുളകും 5 ചെറിയ ഉള്ളിയും അത് തൊലിയൊലിച്ച് എല്ലാം കൂടി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അത് നല്ലവണ്ണം ഫൈനാക്കി ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കറിക്കുള്ള അരപ്പ് തയ്യാറാക്കി വെച്ചു. കുക്കറെടുത്ത് നല്ലവണ്ണം കഴുകി അതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള പൊടിയായി കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു. 2 തക്കാളിയും കട്ട് ചെയ്ത് അതും കൂടി ഇട്ടു. കഴുകി വെച്ച ചെറുപയർ അതിലേക്ക് ഇട്ട് കൊടുത്തുട്ടാ. അതിലേക്ക് 1 തണ്ട് കരിവേപ്പിൻ്റെ ഇലയും 1 തണ്ട് പുതിനൻ്റെ ഇലയും ഇതിലേക്ക് ഇട്ട് കൊടുത്തുട്ടോ. പയർ വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. കുക്കറിൻ്റെ മൂടി എടുത്തു മൂടി വെച്ചു. ഗ്യാസ് ഓൺ ചെയ്ത് ഒരു 4 വിസിൽ അടിച്ചെടുത്തുട്ടോ. ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടി ഗ്യാസ് ഓൺ ചെയ്ത് ഇരുമ്പിൻ്റെ ചട്ടി അതിൻ്റെ മേലെ വെച്ച് കൊടുത്തു. ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തുട്ടോ. ഓയിൽ ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തു. 1 വറ്റൽമുളകും 1 തണ്ട് കരിവേപ്പിൻ്റെ ഇലയും അതിലേക്ക് ഇട്ട് കൊടുത്തു. എല്ലാം ഒന്ന് റോസ്റ്റാക്കി എടുത്തു. സവാള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ഇട്ട് കൊടുത്തുട്ടോ. 1/2 ടീസ്പൂണ് ഉപ്പും ഇട്ട് കൊടുത്തു. സവാള ഒന്ന് ബ്രൗൺ കളറായപ്പോൾ അതിലേക്ക് റവ വേവിക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തുട്ടോ. വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് 1.5 ഗ്ലാസ് റവൻ്റെ തരി ഇട്ട് കൊടുത്തു. ചട്ടകം എടുത്തു അത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടോ. റവ ഇട്ട് കൊടുക്കുമ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഗ്യാസ് കുറച്ച് വെച്ചാൽ നമുക്ക് റവത്തരി വേവോളം നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ റവ ഉപ്പുമാവ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അടിച്ച് വെച്ച തേങ്ങാൻ്റെ കൂട്ട് കുക്കറിലേക്ക് ഒഴിച്ച് കൊടുത്തുട്ടോ. ഒരു തവ വെച്ച് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടോ. 5 മിനിറ്റ് നേരം അതൊന്ന് തിളക്കാൻ വേണ്ടി വെച്ചിട്ടോ. തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കത്തിച്ച് തിളപ്പിക്കരുത് കേട്ടോ. തേങ്ങ പിരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുക്കർ വാങ്ങി വെച്ച് കറി ഒന്ന് വറവിടാം. ഒരു ചീനച്ചട്ടി ഗ്യാസിൻ്റെ മേലെ വെച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുത്തുട്ടോ. ഓയിൽ ചൂടായതിന് ശേഷം 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തു. വറ്റൽമുളകും അതിലേക്ക് മുറിച്ചിട്ട് കൊടുത്തു. അതൊന്ന് റോസ്റ്റ് ആയപ്പോൾ ഈ കറിയിലേക്ക് അത് ഒഴിച്ച് കൊടുത്തുട്ടോ. നമ്മുടെ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടോ. ഇനി കഴിച്ച് വിവരം പറയട്ടോ. നല്ല സൂപ്പറാണ്, അടിപൊളിയാണ് കേട്ടോ. റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്കെല്ലാം സുഖമാണെന്ന് കരുതിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അസ്സലാമു അലൈക്കും.